വനനിയമ ഭേദഗതി ബില്ലിലെ അനിശ്ചിതത്വം നീക്കാൻ മന്ത്രിമാർ രാജ്ഭവനിൽ. നിയമസഭ പാസാക്കിയിട്ടും ബില്ല് ഗവർണർ ഒപ്പുവെക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിമാരായ പി രാജീവും AK ശശീന്ദ്രനും രാജേന്ദ്ര അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ വന്യജീവി സംബന്ധിച്ച ഭേദഗതി നിയമം ഇതുവരെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിട്ടില്ല. അവർക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ? ഇന്നിപ്പോൾ ഞാനും ബഹുമാനായ വനംവകുപ്പ് മന്ത്രിയും ബഹുമാനായ ഗവർണറെ കാണുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അംഗീകാരത്തിന് വേണ്ടി രാഷ്ട്രപതിക്ക് അയക്കണം എന്നാവശ്യപ്പെടാൻ. റോഷിപാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റോഷിപാൽ, ഈ ഗവർണറുടെ സമീപനത്തിൽ വിമർശനമുണ്ടെങ്കിലും സമീപകാലത്തൊരു വലിയ തർക്കത്തിന്റെയോ ഏറ്റുമുട്ടലിന്റെയോ ഭാഷയിലോ സ്വഭാവത്തിലോ ഒന്നുമല്ല ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ നേരിട്ട് ഗവർണറെ കണ്ടുള്ള മന്ത്രിമാരുടെ ഈ സമീപനം, അതിൽ എത്രത്തോളം പ്രതീക്ഷ സർക്കാർ വെച്ചു പുലർത്തുന്നുണ്ട്? രാജ്ഭവന്റെ നിലപാടെന്താണ്? റോഷിപാൽ. രഞ്ജിത്ത്, ഇന്ന് ഉച്ചയോടെയാണ് മന്ത്രി പി രാജീവും AK ശശീന്ദ്രനും ഗവർണറെ നേരിട്ട് രാജ്ഭവനിൽ സന്ദർശിച്ചത്. കാരണം വന്യജീവി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട 2 ബില്ലുകളാണ് കഴിഞ്ഞ സഭാ സെഷനിൽ പാസാക്കിയതാണ്. ഇതുവരെ അത് രാഷ്ട്രപതിക്ക് അയച്ചിട്ടില്ല. കാരണം വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം മലയോര മേഖലയിൽ വലിയ ബുദ്ധിമുട്ടാണ്. കർഷകർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട്, പരിക്കേൽക്കുന്നുണ്ട്. അങ്ങനെ അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ വൈൽഡ് ലൈഫ് വാർഡന്മാർക്ക് അനുമതി നൽകുന്നതാണ്. കാരണം സാധാരണ ഇത്തരത്തിൽ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെങ്കിൽ അതിന് ഒട്ടേറെ കടമ്പകളുണ്ട്, നിയമത്തിൻ്റെ നൂലാമാലകളുണ്ട്. അത്തരം നിയമത്തിൻ്റെ നൂലാമാലകൾ കാത്തു നിൽക്കാതെ തന്നെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വനം ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുന്ന ബില്ലാണ്. അതിൽ നിയമ ഭേദഗതി എന്ന നിലയിൽ അത് നിയമസഭ പാസാക്കിയെങ്കിൽ പോലും അത് രാഷ്ട്രപതിക്ക് അയക്കണം നിയമമാകാൻ. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ അടിയന്തരമായ ഒരു തീരുമാനമെടുക്കണമെന്ന ആവശ്യമായി ഗവർണറെ മന്ത്രിമാർ സമീപിച്ചത്. അക്കാര്യത്തിൽ പോസിറ്റീവായ സമീപനമാണ് ഗവർണറുടെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ് മന്ത്രിമാർ പറയുന്നത്. ശരി, റോഷിപാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. വലിയ സമ്മർദ്ദത്തിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നിയമ ഭേദഗതിയിലേക്ക് സർക്കാർ എത്തിയത്. പിന്നീട് നിയമസഭ അത് പാസാക്കിയത്. പക്ഷേ ബില്ല് ഗവർണർ ഒപ്പുവെക്കാത്ത സാഹചര്യത്തിലാണ് മന്ത്രിമാരായ പി രാജീവും AK ശശീന്ദ്രനും രാജേന്ദ്ര അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. പോസിറ്റീവായ ചർച്ച എന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. റോഷിപാൽ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.